ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു പൈസി ചിക്കൻ കറിയാണ്. ചെറിയൊരു ഗ്രേവിയോട് കൂടി ചെയ്തെടുക്കുന്ന സൂപ്പർ ടേസ്റ്റിൽ ഒരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ അന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, മല്ലിപ്പൊടിയും മറ്റ് മസാലകളുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു അടിപൊളി സ്പൈസി ചിക്കൻ കറിയാണ് കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തി, അപ്പം, പൊറോട്ട എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റിലൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനാബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ ചിക്കൻ കറിയുടെ ഇൻഗ്രീഡിയൻസുകളൊക്കെ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്താണ് കാണിക്കുന്നത്, അല്ലാതെ കാണിച്ച് സമയം വേസ്റ്റ് ആകുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ചിക്കനാണ്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ചധികം കറിവേപ്പില, ഒരു 6 പച്ചമുളകൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില ഒട്ടും തന്നെ ചേർക്കുന്നില്ല. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുന്നത് നമ്മളെ കറിക്ക് നന്നായിട്ട് ടേസ്റ്റ് കൂട്ടാനാണ് കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കറിയിൽ നമ്മൾ മുളക് പൊടി ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അതാണ് ഈ ഒരു കറിയുടെ പ്രത്യേകത. പക്ഷേ നല്ല എരിവുള്ള സൂപ്പർ ടേസ്റ്റിലൊരു അടിപൊളി ചിക്കൻ കറിയാണ്. നല്ല പൈസി ചിക്കൻ കറിയാണ്. നല്ല എരിവുള്ള കറിയാണ്. ഇനി ഒരു മീഡിയം സൈസ് 4 സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ചിട്ട് സവാള കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാനിവിടെ 4 സവാള എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഏകദേശം സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ ചിക്കൻ മസാല നല്ല മണമാണ് കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന കറിവേപ്പില, പച്ചമുളകിൻ്റെ മിക്സ് കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിൽ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ മിക്സ് ആയിപ്പോയി കേട്ടോ. എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി വീഡിയോ. പിന്നെ 1/4 ഗ്ലാസ് വെള്ളം നമ്മൾ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് ഗ്രേവിയോടുകൂടി ചെയ്തെടുക്കുന്ന ഒരു കറിയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, മറക്കരുത്. അപ്പോൾ ഞാൻ ആ വീഡിയോ എങ്ങനെയോ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന വീഡിയോ എൻ്റെ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ വീഡിയോ ഒരുപാട് മൊബൈലിൽ കടന്നതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റക്കായി പോവുകയാണ് മൊബൈൽ. ആ ഡിലീറ്റ് ആക്കി കളഞ്ഞ സമയത്ത് ഈ ഒരു വീഡിയോയും ഡിലീറ്റായി പോയി. അതാണ് കേട്ടോ സംഭവിച്ചത്. പിന്നെ 1 മുറി തേങ്ങയുടെ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി മൂടി വെച്ച് തിളച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ല വറ്റി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി മൂടി വെച്ചൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ കറി വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ബറോട്ട വാങ്ങിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കാലും കൂടെ അങ്ങോട്ട് ഇട്ട് കഴിച്ച് നോക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഉള്ള ഓപ്ഷൻ തന്നെ എനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരാം. അസ്സലാമു അലൈക്കും.